إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും ഇവിടെയുള്ള മുഴുവൻ ആളുകളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഏതൊരു കാര്യവും അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഒരു വ്യാകുലതയും സജീവമായ ഒരു ജാഗ്രതയും ഉണ്ടാവാറുണ്ട്. ഭൗതികമായ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു യാത്ര, ആ യാത്രയുടെ ആ ഒരു സന്ദർഭത്തിൽ നല്ല ഒരുക്കങ്ങളും സജീവമായൊരു ജാഗ്രതയും നമുക്കുണ്ടാവും. ഒരു ഓപ്പറേഷനോട് അടുക്കുന്ന സമയം, സ്ത്രീകളെ സംബന്ധിച്ചൊരു പ്രസവത്തോടടുക്കുമ്പോൾ
എല്ലാം നല്ല നിലയിൽ അവസാനിച്ചാൽ വലിയ സമാധാനവും ആശ്വാസവും സന്തോഷവും ഉണ്ടാവാറുണ്ട്. റമദാൻ അതിൻ്റെ അവസാനത്തിലേക്ക് നീങ്ങുന്നു. ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അതിലെ സെക്കൻഡുകൾ വളരെ മൂല്യവത്തായി നമുക്ക് അനുഭവപ്പെടണം. ആ സെക്കൻഡുകളെ ഉപയോഗപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലായിരിക്കണം നാം. എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ അവസാനത്തെ 10 എത്തിയാൽ സന്തോഷമായിരുന്നു, പിടിച്ചു നിർത്താനാവാത്ത സന്തോഷം. റബ്ബുമായി അടുക്കുകയായിരുന്നു പ്രവാചകൻ. റബ്ബിനോടുള്ള ഇഷ്ടം കൊണ്ട് റബ്ബുമായി കൂടുതൽ അടുത്ത് ആ റബ്ബിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയായിരുന്നു പ്രവാചകൻ. ആരായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം? വരാനിരിക്കുന്നതും വന്നതുമായ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ട മഹാനാണ്. അഷ്റഫുൽ ഖൽക്കാണ്. ഷഫീഉന സ്വാഹിബു ഹൗലുൽ കൗസർ. സുബ്ഹാനല്ലാഹ്. ആ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 അല്ലാഹുവിലേക്ക് അടുത്ത രൂപം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, പ്രവാചകൻ അങ്ങനെയായിരുന്നുവെങ്കിൽ പാപികളായ കുറ്റക്കാരായ ഒരു സെക്കൻഡ് ജീവിതത്തിൽ കഴിഞ്ഞുപോയാൽ അതിൻ്റെ മൈക്രോ സെക്കൻഡുകളെക്കാൾ തവണ തെറ്റുകളും കുറ്റങ്ങളും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നാവുകൊണ്ടും കണ്ണുകൊണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന നാം സഹോദരങ്ങളെ, സഹോദരിമാരെ ചിന്തിക്കണം. നാം എത്രമാത്രം പരിശ്രമിക്കേണ്ട സന്ദർഭമാണ്, സമയമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ നമ്മൾ എത്രത്തോളം, പ്രിയമുള്ളവരെ, അധ്വാനിക്കേണ്ട സമയമാണ്. ഈ അവസാന 10 ശരിയായ ഉന്മേഷവും അതിൻ്റെ ഊർജവും നന്മയും കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഗൗരവമായി ചിന്തിക്കുകയും ആ ഒരു അനുഗ്രഹത്തിൽ, ആ ഒരു ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട സമയമാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പഠിപ്പിക്കുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു, യജ്തഹിദു ഫി അശ്റിൽ അവാഖിർ, അവസാനത്തെ 10, ആ 10 പ്രവാചകൻ കഠിനമായി അധ്വാനിക്കുന്നതാണ്. മാലാ യജ്തഹിദു ഫി ഗൈരിഹി, മറ്റു ദിവസങ്ങളിലൊന്നും ചെയ്യാത്ത കഠിനാധ്വാനം, കഠിനമായ പരിശ്രമം. അതാണ് പ്രിയമുള്ളവരെ യജ്തഹിദു എന്ന് പറഞ്ഞാൽ. അഥവാ എന്തു പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായാലും ഞാൻ വിചാരിച്ചത് എനിക്ക് കിട്ടണമെന്ന ലക്ഷ്യത്തോടുകൂടി ആ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയുള്ള പരിശ്രമത്തിനാണ് ഇജ്തിഹാദ് എന്ന് അറബിയിൽ, പ്രിയമുള്ളവരെ, ഭാഷാപരമായി കൊണ്ട് പറയുന്നത്. അതാണ് യജ്തഹിദു. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ വീണ്ടും പറയാ, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ലത്തുൽ 20 ഫീ സ്വലാത്തിൻ വ നൗമിൻ, ആദ്യത്തെ 20 ദിവസം പ്രവാചകൻ നമസ്കാരവും ഉറക്കും അത് മിക്സായി ചെയ്യുമായിരുന്നു എന്നാണ്. എന്നാൽ ഫഇദാ കാനൽ അശ്ർ, അവസാനത്തെ 10 എത്തിയാൽ ശമ്മറ വശദ്ദൽ മിഅ്സറ, അദ്ദേഹം റെഡിയാവുകയാണ് പ്രവാചകൻ. അദ്ദേഹത്തിന്റെ തുണിയൊക്കെ മുറുക്കിയെടുത്ത് ആ മുണ്ട്, ആ ഉടുത്ത തുണി, പ്രിയമുള്ളവരെ, ഒരിക്കലും അയക്കാതെ വീണ്ടും വീണ്ടും മുറുക്കിയെടുത്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുങ്ങുകയാണ് എന്ന് പ്രവാചകന്റെ പത്നി നമ്മുടെ ഉമ്മ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ, പ്രിയമുള്ളവരെ, പഠിപ്പിക്കുകയാണ്. നാം അറിയണം സഹോദരങ്ങളെ, ആ ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സമയം, ഏറ്റവും പ്രാധാന്യമുള്ള സമയം, ആ സമയങ്ങളും സന്ദർഭങ്ങളും റബ്ബിലേക്ക് അടുക്കാനുള്ള അവസരമായി, പ്രിയമുള്ളവരെ, നമ്മൾ കാണേണ്ടതുണ്ട്. വ്യത്യസ്തമായ ഇബാദത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ദിക്റുകളും ദുആകളും
ഖുർആൻ പാരായണങ്ങളും സ്വതക്കകളും കുടുംബബന്ധം ചേർക്കലും ആളുകൾക്ക് നന്മ ചെയ്യലും സഹോദരങ്ങളെ സഹോദരിമാരെ എന്തൊക്കെയാണോ നന്മയായി അവിടുന്ന് പഠിപ്പിക്കപ്പെട്ടത് ആ നന്മയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സന്ദർഭങ്ങളിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. 6-7 ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിൽ ബാക്കിയുള്ളൂ. ഈ ദിവസങ്ങൾ റബ്ബിന്റെ തൗഫീഖിനെ പ്രിയമുള്ളവരെ നാം ചോദിച്ചു വാങ്ങണം. അതിനുവേണ്ടി സമയം നമ്മൾ കാണണം. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്കെല്ലാ കാര്യത്തിലും പ്രിയമുള്ളവരെ മാതൃക. അദ്ദേഹം അവസാനത്തെ 10 ആയാൽ അഹ്യാ ലൈലഹു വഅയ്ഖദ അഹ്ലഹു, അദ്ദേഹം രാത്രിയെ ജീവിപ്പിക്കുകയാണ്. കുടുംബത്തെ അദ്ദേഹം വിളിച്ചുണർത്തുകയാണ്. എന്താ രാത്രിയെ ഹയാത്താക്കുക, ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇബാദത്തുകളും ദിക്റുകളും ദുആകളുമായി ആ രാത്രിയെ ഹയാത്താക്കുക എന്നർത്ഥം. അള്ളാഹുവുമായി ബന്ധപ്പെട്ട് ഉറങ്ങാതിരിക്കുക എന്നർത്ഥം. ആ ഉറങ്ങാതിരിക്കുന്ന സമയം മുഴുവൻ മാനസികമായ ജീവനോടുകൂടി പടച്ച റബ്ബുമായി സംസാരിച്ചു കൊണ്ടിരിക്കുക. റബ്ബുമായി ഒരു മുനാജാത്ത്, ഒരു അഭിമുഖ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, നമസ്കരിക്കണം, പ്രാർത്ഥിക്കണം, ദിക്റുകൾ ചൊല്ലണം, സുജൂദിൽ ഒരുപാട് സമയം ചെലവാക്കണം. എൻ്റെ ഹബീബായ റബ്ബുമായി എനിക്കടുക്കണമെന്ന ചിന്തയിൽ ആ ഒരു സംസാരത്തിലും ആ ഒരു പെരുമാറ്റത്തിലും ആ ഒരു നൃത്തത്തിലും ആ ഒരു സുജൂദിലും ആ ഒരു ദുആയിലും ദിക്റുകളിലുമൊക്കെ വല്ലാത്തൊരാശ്വാസം ലഭിച്ചുകൊണ്ട് അങ്ങനെ എൻ്റെ റബ്ബുമായിട്ടുള്ള സംസാരമാണ് എന്ന ആ ഒരു ബോധ്യത്തിൽ പ്രിയമുള്ളവരെ പരിശ്രമിക്കാൻ, ഇടപെടാൻ ഈ ഒരു സമയത്ത് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ വിളിച്ചുണർത്തണം. കാരണം നമ്മുടെ കുടുംബം നമുക്ക് വിലപ്പെട്ടതാണ്. അവരുടെ വേദന, അവർക്ക് വരുന്ന വേദന നമുക്ക് അസഹ്യമാണ്, സഹിക്കാൻ പറ്റാത്തതാണ്. അവരുടെ മാനസികമായ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നമുക്ക് ടെൻഷനാണ് എങ്കിൽ സഹോദര സഹോദരി, ആ കുടുംബത്തോടൊപ്പം, ആ മക്കളോടൊപ്പം, ആ ഭാര്യയോടൊപ്പം, ആ ഭർത്താവിനോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ആഗ്രഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അറിയണം. നമ്മൾ ആ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ആ കുടുംബത്തെ വിളിച്ചുണർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ നാട്ടിൽ നമ്മൾ രസിക്കുന്നത് പോലെ, കളിക്കുന്നത് പോലെ, ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് പോലെ നാളെ റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടൊപ്പം ഒരുമിച്ചു ചേർന്നിരിക്കാൻ പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബത്തെ വിളിച്ചുണർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ മഹത്വം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇല്ല എങ്കിൽ വലിയ നഷ്ടക്കാരായി പ്രിയമുള്ളവരെ നമ്മൾ മാറും. നമ്മിൽ ഭൂരിഭാഗം ആളുകളും അത് നഷ്ടപ്പെടുത്തുന്ന ആളുകളാണ്. കാരണം ലൈലത്തുൽ ഖദറിന്റെ സമയമാകുമ്പോൾ നമ്മിൽ പല ആളുകളും പ്രിയമുള്ളവരെ ഉറക്കത്തിലാണ്. അതുവരെ നമ്മൾ ഉണർന്നിരിക്കും. ഭക്ഷണം കഴിച്ചും സംസാരിച്ചും കളിച്ചും ചിരിച്ചും നമ്മൾ ഉറങ്ങാൻ പോകും. അവസാനം ആ ലൈലത്തുൽ ഖദറിന്റെ സമയമാകുമ്പോൾ ഭൂരിഭാഗം ആളുകളും ഉറക്കത്തിലായിരിക്കും. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. നേരെ മറിച്ചല്ലേ സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ടത്? ഒന്നുറങ്ങി, ഇശാ നമസ്കാരം കഴിഞ്ഞ് ഒന്നുറങ്ങി എണീറ്റ് ഫ്രഷായി ആ ഖിയാമുൽ ലൈലിന്റെ സമയത്തൊന്ന് ഉണർന്നിരിക്കുകയാണ് വിശ്വാസികളായ ആളുകൾ ചെയ്യേണ്ടത്. നമ്മൾ ആ സമയം നല്ല കൂർക്കം വലിച്ചുറങ്ങാണ്. ഇനി എണീറ്റാൽ തന്നെ പ്രിയമുള്ളവരെ നമുക്ക് ഉറക്കം വരുന്നു. ഖിയാമുൽ ലൈൽ നമസ്കരിക്കുമ്പോൾ പലരും ഉറക്കത്തിലാണ്. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ പോയാൽ നമുക്കിവിടെ ഉറക്കം വിടുന്നില്ല. രാത്രി ക്യാമ്പുകളിൽ പങ്കെടുക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഉറക്കം വിടുന്നില്ല. രാത്രി 12 മണിക്കും 2 മണിക്കൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ടീമിന്റെ കളി കാണാനും വേൾഡ് കപ്പ് ഫുട്ബോളുകളും IPL മാച്ചുകളും കാണാൻ നമുക്ക് പ്രിയമുള്ളവരെ ആ സമയങ്ങളിൽ നമുക്ക് ഉറക്കം വിടുന്നില്ല. റബ്ബിന്റെ മുമ്പിൽ ഒരു 10, 20, 30 മിനിറ്റ് നേരം സുജൂദ് ചെയ്യുമ്പോൾ, നമസ്കരിക്കുമ്പോൾ, ആ റബ്ബുമായി കൊണ്ട് ദുആ നടത്തുമ്പോൾ നമ്മിൽ പല ആളുകൾക്കും പ്രിയമുള്ളവരെ ഉറക്കം വരികയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ നമ്മൾ അശ്രദ്ധമായി കൊണ്ട് കഴിഞ്ഞുകൂടാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ ചോദിച്ചില്ലേ, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഗ്രിദൂൻ. നമ്മുടെ വിചാരണക്ക് സമയമായില്ലേ? നമ്മുടെ വിചാരണക്ക് സമയമായില്ലേ? 22 ദിവസം പ്രിയമുള്ളവരെ നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. 22 ദിവസങ്ങൾ നമ്മുടെ വിചാരണക്ക് സമയമായില്ലേ എന്ന വിശുദ്ധ ഖുർആനിന്റെ ചോദ്യത്തെ വളരെ ഗൗരവത്തോടെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങാനുള്ള സമയമായില്ലേ എന്നാണ്
അള്ളാഹുവിൻ്റെ ചോദ്യം. അള്ളാഹു നമ്മെ ഏതു നിമിഷവും പ്രിയമുള്ളവരെ വിളിച്ചു കൊണ്ടുപോകാം. ഈ പരിശുദ്ധ റമദാനിൽ തന്നെ നമ്മുടെ കുടുംബത്തിലെ പല ആളുകളും വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഈ റമദാനിലെ നോമ്പ് 30 പൂർത്തിയാക്കാൻ സാധിക്കാതെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ, നമ്മുടെ സുഹൃത്തു ബന്ധങ്ങളിൽ പ്രിയമുള്ളവർ നമുക്ക് നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അള്ളാഹുവിൻ്റെ ചോദ്യമാണ്, ഏതു നിമിഷവും അള്ളാഹു നിങ്ങളെ വിളിച്ചു കൊണ്ടുപോകാം. വഹും ഫീ ഗഫ്ലത്തിൻ മുഗ്രിദൂൻ. ഈ ഒരു അശ്രദ്ധയിൽ, നമ്മുടെ റബ്ബുമായി ബന്ധമില്ലാത്തൊരവസ്ഥയിൽ ഇനിയും അശ്രദ്ധമായി കഴിച്ചുകൂട്ടാനാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് ഖുർആൻ ചോദിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം അറിയണം ഈ അവസാനത്തെ 10 പ്രത്യേകതകൾ. ലൈലത്തുൽ ഖദർ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. ലോകത്തൊരു പ്രവാചകന്മാർക്കും ഒരു സമുദായത്തിനും അല്ലാഹു കൊടുത്തിട്ടില്ലാത്ത മഹത്വമാണത്. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരൊറ്റ രാത്രിയാണ് പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കുന്നത്. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിലുള്ള ധാരാളം മലക്കുകൾ ആകാശത്തു നിന്നും ഇറങ്ങി വന്ന് വിശ്വാസികൾക്കിടയിൽ ആ മലക്കുകൾ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. വിശ്വാസികളെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റബ്ബ് ഇഷ്ടപ്പെട്ട ആളുകളെ അല്ലാഹു തആല പറഞ്ഞു കൊടുക്കും ഈ മലക്കുകൾക്ക്. ഈ രാത്രി ഇറങ്ങുന്ന മലക്കുകൾക്ക് അല്ലാഹ് ഇഷ്ടപ്പെട്ട ആളുകൾ അല്ലാഹ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അവരെങ്ങനെ തെരഞ്ഞുപിടിച്ച് ഈ മലക്കുകൾ നടക്കുമെന്നാണ് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ലാഹ് പറയാ, ഈ മനുഷ്യനെ, ഇന്ന വ്യക്തിയെ, ആ പള്ളിയിൽ ഇന്ന ഭാഗത്തിരിക്കുന്ന മനുഷ്യനെ എനിക്കിഷ്ടമാണ് എന്ന് അവരെ ആ മലക്ക് ചെന്നിട്ട് തെരഞ്ഞുപിടിക്കുന്നതാണ്. മലക്കുകൾ വന്ന് തെരഞ്ഞുപിടിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ അടുത്ത മലക്കുകൾ വന്നിരിക്കും. അവരുടെ പ്രാർത്ഥന, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ദുആകൾക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രിയമുള്ളവരെ ആമീൻ പറയാണ്. അവർക്ക് വേണ്ടി കാവലിരിക്കുകയാണ്. അവർക്ക് വേണ്ടി, റഹ്മത്തിനു വേണ്ടി അള്ളാഹുവിൻ്റെ മാലാഖമാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. വേണ്ടേ പ്രിയമുള്ളവരെ നമുക്ക് ഈ പുണ്യം. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. നോക്കൂ നിങ്ങൾ, പ്രഭാത ഉദയം വരെ വിശ്രമമില്ലാതെ, റെസ്റ്റ് എടുക്കാതെ ഈ മലക്കുകൾ ആ മനുഷ്യർക്ക് ചുറ്റും നടക്കുന്ന രീതിയാണ് പടച്ച റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് ഈ രാത്രി പ്രിയമുള്ളവരെ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. നിശ്ചയമായും ആ ഖുർആനിനെ നാം അവതരിപ്പിച്ചത് ബറക്കത്താക്കപ്പെട്ട ഒരു രാത്രിയാണ്, ഒരു രാവിലാണ്. ലൈലത്തുൽ മുബാറക, അതാണ് പ്രിയമുള്ളവരെ ആ ലൈലത്തുൽ ഖദർ. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ രാത്രി അതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലൈലത്തുൽ മുബാറക ഉണ്ടല്ലോ, ആ ലൈലത്തുൽ മുബാറക ലൗഹുൽ മഹ്ഫൂദിലേക്ക്, മലക്കുകളിലേക്ക്, എഴുത്തുകാരായ മലക്കുകളിലേക്ക് പടച്ച റബ്ബ് ഒന്നിച്ചിറക്കുകയും പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ എന്ന മലക്കിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭൂമിയിലേക്ക് ഈ പരിശുദ്ധ ഖുർആൻ അവതരണം ആരംഭിക്കുകയും ചെയ്ത വിശുദ്ധമായ രാവാണ് പ്രിയമുള്ളവരെ ലൈലത്തുൽ മുബാറക. അറിയോ നിങ്ങൾക്ക്, ആ രാവിനെ, ആ ഒരു രാത്രിയെ അല്ലാഹു തആല ബഹുമാനിച്ച രീതി പ്രിയമുള്ളവരെ പഠിപ്പിക്കുന്നുണ്ട്. ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം. ആ ആയത്തിന്റെ വിശദീകരണമെങ്ങാനും പ്രിയമുള്ളവരെ നമ്മൾ ഓതിയാൽ ഒരിക്കൽ പോലും കണ്ണു ചിമ്മാതെ ഞാനും നിങ്ങളും കാത്തിരിക്കും പ്രിയമുള്ളവരെ ആ രാവിന്റെ മഹത്വത്തിന് വേണ്ടി. എന്താണെന്നറിയുമോ? ഫിഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം. ആ ഒരു രാത്രിയാണ് അല്ലാഹു തആല മനുഷ്യർക്കുള്ള എല്ലാ കാര്യങ്ങളും കണക്കാക്കി കൃത്യമായി വിശദീകരിച്ച് മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രാവ് എന്നാണ്. അറിയണം പ്രിയമുള്ളവരെ, ആ രാവ് നമ്മുടെ റിസ്ക്, നമ്മുടെ ഉപജീവനം നിശ്ചയിക്കുന്ന രാവാണത്. നമ്മുടെ ഒരു വർഷത്തെ ഉപജീവനം അല്ലാഹു തആല നിശ്ചയിക്കുന്ന രാവാണ് ആ ലൈലത്തുൽ ഖദറിന്റെ രാവ്. നമ്മുടെ അവധി നിശ്ചയിക്കുന്ന രാവാണത്. ആ വർഷത്തെ നന്മയും തിന്മയും തീരുമാനിക്കുന്ന എല്ലാം അല്ലാഹു തആല ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം. അത് വേർതിരിച്ച് നമ്മെക്കുറിച്ച്, നമ്മുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് വേർതിരിച്ചു മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രാത്രിയാണ് പ്രിയമുള്ളവരെ ആ രാത്രി. സുബ്ഹാനല്ലാഹ്. പറ്റുമോ പ്രിയമുള്ളവരെ,
ഈ രാവിൻ്റെ ബറക്കത്ത് നേടാൻ എങ്ങനെ പ്രിയമുള്ളവരെ ഇത് മനസ്സിലാക്കിയൊരു വിശ്വാസിക്ക് എങ്ങനെ ആ രാത്രി ഉറങ്ങാൻ പറ്റുക? ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഭൗതികമായ ദുനിയാവിലെ ഒരു ഗുണമാണ് നമുക്ക് കിട്ടാനുള്ളതെങ്കിൽ നമ്മൾ എത്ര സമയം ഉറക്കഴിക്കാൻ നമ്മൾ തയ്യാറല്ലേ? നമ്മുടെ രാജ്യം ഒരു ബാങ്കിന്റെ മുമ്പിൽ മണിക്കൂറുകളോളം ക്യൂ നിന്ന രാജ്യം നമ്മുടെ രാജ്യം. നമ്മളൊക്കെ അതിന് സാക്ഷികളായ ആളുകളാണ്. മണിക്കൂറുകളോളാണ് വിശപ്പും ഉറക്കവും സഹിച്ച് ബാങ്കിന്റെ മുമ്പിൽ നമ്മൾ ക്യൂ നിന്നിട്ടുണ്ട്. ഈ രാവിന്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ് പ്രിയമുള്ളവരെ നമുക്ക് ഉറക്കഴിക്കാൻ പറ്റാത്തത്. വഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ, അവസാനത്തെ 10 ആ രാത്രിയുടെ പ്രത്യേകത 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള രാവ്. മൻ ഹുരിമഹാ ഫഖദ് ഹുരിമൽ ഖൈറു കുല്ല. ആ രാത്രി എങ്ങാനും ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ നന്മ മുഴുവൻ തടയപ്പെട്ടവനായി ആ മനുഷ്യൻ മാറുമെന്നർത്ഥം. ആ ലൈലത്തുൽ ഖദർ എങ്ങാനും കിട്ടാത്തവരായി നമ്മൾ മാറിയാൽ ഹുരിമൽ ഖൈർ, എല്ലാ നന്മയും തടയപ്പെട്ടവരായി പ്രിയമുള്ളവർ നമ്മൾ മാറുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, വലാ യുഹ്റമു ഖൈറഹാ ഇല്ലാ മഹ്റൂമുൻ. എല്ലാം നിഷേധിക്കപ്പെട്ട മനുഷ്യനെ അതിലെ നന്മ തടയുകയുള്ളൂ എന്നാണ്. അഥവാ ഒരു നന്മയും ചെയ്യാത്തവർക്ക് ആ രാത്രിയുടെ നന്മ നഷ്ടപ്പെടുകയുള്ളൂ. ഇമാം നഹ്വാലി പ്രിയമുള്ളവരെ വിശദീകരിക്കുന്നുണ്ട്, അൽ അമലു ഫീഹാ ഖൈറും മിനൽ അമലി ഫീ അൽഫി ശഹർ സിവാഹാ. ആ രാത്രിയുള്ള ഒരു അമല് മറ്റുള്ള ദിവസങ്ങളിലെ 1000 മാസങ്ങളെക്കാൾ അമല് ചെയ്യുന്ന പുണ്യമുള്ള കാര്യമാണത് എന്ന് പണ്ഡിതന്മാർ ആ 1000 മാസം എന്നതിനെ കണക്കാക്കിയത് എങ്ങനെയെന്നറിയൂ? 83 സന വ4 അശ്ഹുർ, 83 വർഷവും 4 മാസവും ചെയ്യുന്ന കൂലി. അഥവാ ആ രാത്രി ഒരാൾ നിസ്കരിച്ചാൽ, ഒരാൾ ഖിയാമുൽ ലൈൽ നമസ്കരിച്ചാൽ, തഹജ്ജുദ് നിസ്കരിച്ചാൽ 83 മാസവും 4 മാസവും നിസ്കരിച്ച കൂലി ആ ഒരൊറ്റ നമസ്കാരത്തിന് കിട്ടുകയാണ്. ആ രാത്രി എങ്ങാനും ഒരാൾ സ്വതക്ക നൽകിയാൽ 83 വർഷവും 4 മാസവും സ്വതക്ക ചെയ്ത കൂലിയാണ്. ആ രാത്രി ഒരാൾ ഒരു യതീമിന് സംരക്ഷണം നൽകിയാൽ, ഒരു പാവപ്പെട്ടവന് വസ്ത്രം വാങ്ങിക്കൊടുത്താൽ 83 വർഷവും 4 മാസവും വസ്ത്രം വാങ്ങി നൽകിയ കൂലിയാണ്. അന്നൊരാൾ ദുആ ചെയ്താൽ ഇങ്ങനെ കണക്കാക്കും നമ്മൾ. അന്നത്തെ ഒരു രാത്രിക്ക് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് സുബ്ഹാനല്ലാഹ്. വേണ്ട പ്രിയമുള്ളവരെ, നമുക്കിത് ഈ ഉമ്മത്തിന് അല്ലാഹു തആല തന്ന ആയുസ് എത്ര? 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് അല്ലേ നമ്മുടെ ഉമ്മത്തിനുള്ള ആയുസ്. പക്ഷെ അല്ലാഹു തആല ഒരൊറ്റ രാത്രി നമുക്ക് നൽകുന്ന ഓഫർ എത്രയാണ്? 83 വർഷവും 4 മാസവും പുണ്യം ചെയ്ത കൂലി. ഒരു മനുഷ്യന്റെ ആയുസ്സിനേക്കാൾ വലിയ പ്രതിഫലമാണ് ഒരൊറ്റ രാത്രിക്ക് പ്രിയമുള്ളവരെ അല്ലാഹു തആല നമുക്ക് നൽകുന്നത്. അതിന് പ്രിയമുള്ളവരെ നമ്മൾ ഉറക്കൊഴിക്കണം, ശ്രദ്ധയുള്ളവരാകണം, ഉന്മേഷമുള്ളവരാകണം. ദിക്റുകളിലും ദുആകളിലും സുജൂദിലും ഇസ്തിഗ്ഫാറുകളിലും ആ സമയത്ത് നമ്മൾ ചെലവാക്കണം. അല്ലാഹു ആ നിലയ്ക്ക് ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന വിശ്വാസിനികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.